മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നമ്മുടെ രാജ്യത്തേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ മുട്ടുമടക്കി എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർശനത്തെ സുബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും വിലയിരുത്തേണ്ടത്. ഈ മാലിദ്വീപ് പോലെയുള്ളൊരു ചെറിയ അയൽ രാജ്യം വന്നതിന് ഇത്രത്തോളം ഒരു പഞ്ച് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. സകല ആളുകളും ചിന്തിക്കുകയും ചെയ്യണം. കുറച്ചു മുമ്പേ ആയിട്ട് ഈ മാലിദ്വീപും നമ്മുടെ രാജ്യവുമായിട്ട് വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ഈ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മുഹമ്മദ് മൊയ്സുവിന്റെ ഈ ഇലക്ഷൻ പ്രചരണം അതിന് മുമ്പേക്ക് തന്നെ ഇന്ത്യ ഔട്ട് പ്രചരണത്തിന്റെ മുഖ്യമായിട്ട് നേതൃത്വമൊക്കെ കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് മാലിദ്വീപിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്നത്. ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനൊക്കെ നിരന്തരം നടത്തിയിരുന്ന, അതേപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ മുഹമ്മദ് മൊയ്സുവിന് നമ്മുടെ രാജ്യവും അതേപോലെ തന്നെ നമുക്കറിയാം ചൈനയുമായിട്ട് പല പല വിഷയങ്ങളുണ്ട്. അതേസമയം ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചൈനയെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഈ ചൈനയോട് മുഹമ്മദ് മൊയ്സുവിന്, അതായത് പുതിയതായിട്ട് മാലിദ്വീപിൽ അധികാരത്തിലെത്തിയിട്ടുള്ള മുഹമ്മദ് മൊയ്സുവിനും സർക്കാർ സംവിധാനങ്ങൾക്കും ചൈനയോട് വലിയ അടുപ്പമുണ്ടായതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയോടെ തന്നെയായിരുന്നു ആ വിഷയങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം അവരുടെ മന്ത്രിസഭയിലുള്ള പ്രധാനപ്പെട്ട 3 മന്ത്രിമാര് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാമർശവുമായിട്ട് രംഗത്തെത്തി. ആ ഒരു 3 മന്ത്രിമാരെയും പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ കടുത്ത നിലപാട് കൊണ്ട് അവര് സസ്പെൻഡ് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ മുഹമ്മദ് മൊയ്സു നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആ ഒരു പരാമർശങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് മൊയ്സു മാലിദ്വീപ് സർക്കാർ സംവിധാനങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞു, നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും പിണക്കിയിട്ട് മാലിദ്വീപിന് നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യവും മാലിദ്വീപുമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് വിവേകത്തോട് കൂടിയിട്ട് ഒരു ചെറിയ നീക്കം നടത്തിയത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു ചേറൊന്ന് വലിച്ച കടൽ തീരത്തൊന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ആ തീരദേശത്ത് കൂടി ഒരു നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ. ഈ മാലിദ്വീപിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാ. സകല ആളുകൾക്കും അത് വളരെ വ്യക്തമായിട്ട് അറിയുന്നതുമാണ്. ഈ ഒരൊറ്റ ലക്ഷദ്വീപ് സന്ദർശനത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മാലിദ്വീപിലേക്ക് ടൂറിസവുമായിട്ട് പോവാൻ തയ്യാറായിരുന്ന ഒരുപാട് ആളുകൾ, ഏകദേശം മുഴുവനും ആയിട്ടുള്ള ആളുകൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ട്വീറ്റുകൾ വന്നുകൊണ്ടേയിരുന്നു നരേന്ദ്രമോദിക്ക് പിന്തുണയായിട്ട്. നമ്മളൊക്കെ തന്നെ അത് വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങൾ വലിയ ആവേശത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തിട്ടുള്ള, നരേന്ദ്രമോദിയുടെ വിവേകത്തോട് കൂടിയിട്ടുള്ളൊരു ചെറിയ നീക്കത്തിലൂടെ മാലിദ്വീപ് ഒന്ന് കുലുങ്ങുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ടൂറിസം മേഖലയിൽ വളരെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. വളരെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയുടെ ഒരൊറ്റ നീക്കത്തിൽ തന്നെ
മാലിദ്വീപിന് ബാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ആ ഒരു ഒറ്റ നീക്കത്തിലൂടെ മാലിദ്വീപ് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതാ. നമ്മുടെ രാജ്യത്തെ ഒന്നും പിണക്കിയിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും പിണക്കിയിട്ട് ഒരു തരത്തിലും നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന് ഈ ഒരു സന്ദർഭത്തിലായിരുന്നു വലിയ പരാമർശങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയതുപോലെ മാലിദ്വീപിലെ 3 മന്ത്രിമാർ നടത്തിയിട്ടുള്ളത്. ആ മന്ത്രിമാരെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മൗദൂദികള്, സുഡുകള്, ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര് മത്സരിച്ച് ആ മന്ത്രിമാർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിട്ട് അതിന് വരെ എതിർത്ത ആളുകളുണ്ട്. അതായത് നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. രാഷ്ട്രീയമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് യോജിപ്പും വിയോജിപ്പുമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ജനാധിപത്യത്തിന്റെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ അതൊക്കെ രാജ്യത്തിന്റെ അകത്ത്. അതേസമയം രാജ്യത്തിന്റെ പുറത്ത് നിന്ന് ആര് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചാലും ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നഖശിഖാന്തം ആര് നമ്മുടെ പ്രധാനമന്ത്രിയെ എതിർത്തോ അവർക്കെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ തന്നെ ശക്തമായ രീതിയിൽ മാലിദ്വീപുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മാലിദ്വീപിന്റെ മന്ത്രിമാർക്കെതിരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സുബോധമുള്ള ഓരോ പൗരന്മാരും അവരെ കൊണ്ടാവുന്നതുപോലെ തന്നെ പ്രതികരണങ്ങൾ നടത്തി. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. മാലിദ്വീപിലേക്കുള്ള സകല ടൂറിസം ടിക്കറ്റുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ബുക്ക് ചെയ്തിട്ടുള്ള സകലതും ക്യാൻസലായി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ അർപ്പിച്ച് ഇതിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് മാലിദ്വീപ് സകല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു. അതേസമയം ഇതൊക്കെ മാലിദ്വീപ് തിരിച്ചറിഞ്ഞ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനെത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് മൊയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തോട് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ഭീഷണിയാവുന്ന യാതൊന്നും തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞതായിട്ട് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്. ഈ ഒരു അടിയറവ് പറയൽ, ഈ മൊയ്സു വന്നതിനെ കുറിച്ചോ ഈ ഒരു ചർച്ചയെ കുറിച്ചോ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾക്കോ സുഡുകൾക്കോ ജിഹാദികൾക്കോ ആർക്കും, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതേസമയം മാലിദ്വീപിലെ 3 മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാമർശം തോന്നിയതുപോലെ നടത്തിയ സമയത്ത് ഇവിടെ വലിയ ആവേശവും ചർച്ചയായിരുന്നു. നമ്മുടെ രാജ്യം ഒരു നിലപാടെടുത്തതിൽ വിജയിച്ചതിൽ നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും യാതൊരു താല്പര്യവുമില്ലാതെ മുന്നോട്ട് പോകുന്നതും സകല ആളുകളും തിരിച്ചറിയണം. ഈ മുഹമ്മദ് മൊയ്സു നമ്മുടെ രാജ്യത്തേക്ക് സന്ദർശനം നടത്തിയ സമയത്ത് തന്നെ നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിദ്വീപുമായിട്ടുള്ള വളരെ വലിയ ബന്ധത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡ് ഒക്കെ വന്ന് പ്രതിസന്ധിയായ സമയത്ത് വാക്സിൻ കൊടുത്തത്, വെള്ളം കൊടുത്തത്, അതേപോലെ തന്നെ അവിടെയുള്ള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവുമായിട്ട് പിന്തുണയോടുകൂടി നിർമ്മിച്ചിട്ടുള്ളതിനെ കുറിച്ച്, പുതിയ തുറമുഖം അവിടെ നിർമ്മിക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം പിന്തുണക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ വിശദമായിട്ട് നമ്മുടെ രാജ്യവും മാലിദ്വീപുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. നമ്മുടെ അയൽ രാജ്യമാണ് ഈ മാലിദ്വീപ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് അവർ നമ്മോട് നല്ല രീതിക്ക് നിൽക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെയും കൂടി ആവശ്യമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. മുഹമ്മദ് മൊയ്സു നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സകല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് ഭീഷണിയുള്ള ഒന്നിനും തന്നെ ഞങ്ങൾ മുന്നോട്ട് നിൽക്കില്ല. ഇത് നരേന്ദ്രമോദിയുടെ നിലപാടിന്റെ വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.